പുതിയ തരം സാധനം ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. ചായ കുടിക്കാനായിട്ട് ഒരു കോളിഫ്ലവർ പക്കോട ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഇത്രയും കോളിഫ്ലവർ നല്ലവണ്ണം കഴുകി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ചൂടുവെള്ളത്തിലിട്ട് വച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാനൊന്ന് ചെയ്യട്ടെ. ഞാൻ ഇത് നല്ലവണ്ണം തിളച്ച വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് ഇരിക്കുന്ന സമയം ഞാൻ അതിന് ഒരു കൂട്ടുണ്ട്. ഞാനത് കൂട്ടൊന്ന് ഉണ്ടാക്കിയിട്ട് വരട്ടെ. അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലമാവ്, കുറച്ച് അരിപ്പൊടി, കുറച്ച് മൈദ മാവ് ഇത്രയും കൂടെ ചേർത്തിട്ട് ഞാനൊരു കൂട്ടുണ്ടാക്കി ഇതൊന്ന് ഞാൻ അല്പം ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കോളിഫ്ലവർ, ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്ന കോളിഫ്ലവറും നമുക്ക് അതിനെ നല്ലവണ്ണം വെള്ളം വാർത്ത് എടുക്കാം. ഓക്കെ. ഈ കോളിഫ്ലവറിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് പിന്നെ ഒരു സ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ബാക്കിയെല്ലാം നമ്മൾ കൂട്ടെല്ലാം ചേർത്ത് വച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി വേണം നമുക്ക് ആ പൊടികളെല്ലാം കൂടെ ചേർത്തെടുക്കാനായിട്ട്. നമ്മൾ മാറ്റി വെച്ചിരുന്ന കടലമാവ്, അരിപ്പൊടി എല്ലാം കൂടെ ചേർന്നുള്ള മിക്സും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് നല്ലവണ്ണം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം, ഇത് മിക്സ് ചെയ്തിട്ട്. ഓക്കെ. ഓരോന്നായിട്ട് ഞാനൊന്ന് ഇട്ടിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം ഗ്യാസ് വയ്ക്കാനായിട്ട്. ചെറിയ തീയെ കൊടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് വെന്ത് വരണം, അതിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കോരിയെടുക്കട്ടെ. വെന്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഒരു സ്റ്റെപ്പ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരട്ടെ. അടിപൊളി കോളിഫ്ലവർ പക്കോട റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ ചിക്കൻ ഫ്രൈയെ വെല്ലുന്ന കോളിഫ്ലവർ പക്കോട റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.